നമുക്ക് നോക്കാം. ഈ ദേശീയ ബോധം കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി അക്കാലത്ത് കൂടുതൽ പത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. ദ പ്രസ് ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ, പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു. നോക്കുക, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായ സുലഭ് സമാചാറിൽ വന്ന വാർത്തയാണിത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ കുറെ തിക്താനുഭവങ്ങളെ കുറിച്ചാണ് ഈ കട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, an Indian citizen has lost his naturalness, his livelihood has dried up, he is half starved and half dressed, no delicious food is available to him, his dress is ragged and torn and his condition is very pathetic. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി, അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി, അർത്ഥപട്ടിണിക്കാരനും അർത്ഥനഗ്നരുമാണവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല. കൂടാതെ അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ. അതായത് ഇംഗ്ലീഷ് ഭരണത്തിൻ്റെ ഇടയിൽ ജനങ്ങൾക്കുള്ള ഒരു ദുരാവസ്ഥയെക്കുറിച്ച് പത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. കാരണം അന്നേരം നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കുറേ ചൂഷണങ്ങൾ, അതായത് അവരുടെ കുറേ എന്താ പറയുക, ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുക, പലതരത്തിലുള്ള ചൂഷണങ്ങൾ, ഇവയൊക്കെ കൂടുതലായിട്ട് ജനങ്ങൾ അറിഞ്ഞത് ഈ പത്രമാധ്യമത്തിലൂടെയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ദേശീയ ബോധം അല്ലെങ്കിൽ നാഷണലിസം ഉളവാക്കാനായിട്ട് ഇടയാക്കി. അങ്ങനെ കുറേ ഡിഫറെൻ്റ് പത്രം, പല ലീഡേഴ്സിൻ്റെ അണ്ടർഷിപ്പിൽ ഡിഫറെൻറ്റ് പത്രങ്ങൾ അച്ചടിക്കുകയുണ്ടായി. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാം ചെയ്തിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആ ദേശീയ സമരകാലത്തുണ്ടായ പത്രങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചുവെന്ന് നോക്കാം. നോക്കിയേ, ഡിസിമിനേറ്റഡ് ഇൻഫർമേഷൻ ഓൺ മസാക്രീസ്, ഒപ്രഷൻ ആൻഡ് റിപ്രസീവ് റൂൾ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. എന്തായിരുന്നു? ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദന ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് അറിയാനിടയായി. അതുപോലെ മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഈവിൾസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കെതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. ക്രിയേറ്റഡ് പബ്ലിക് അവയർനെസ് ഓൺ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്. നോക്കിയേ, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായി. കൂടാതെ പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കെതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധം ഉളവായി. അതുപോലെ കെപ്റ്റ് അബ്രസ്റ്റ് ഓഫ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫോർ ഫ്രീഡം, ഡെമോക്രസി ആൻഡ് ഇക്വാളിറ്റി. എന്തായിരുന്നു? ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടക്കുന്ന പോരാട്ടങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് വിവരം ലഭിക്കുകയുണ്ടായി. റിപ്പോർട്ടഡ് ദ കലാമിറ്റീസ് ലൈക്ക് പ്ലേഗ്, ഫാമിൻസ് that killed thousands of Indians in various religion. അതായത് പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്തയും ഇന്ത്യയിലെമ്പാടും എത്തിച്ചു ഈ വാർത്തകളിലൂടെ. അപ്പോൾ ഇന്ത്യയിൽ എന്താ നടക്കുന്നത് എന്ന് ഈ വാർത്തകളിലൂടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ മുഖേന ജനങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുണ്ടായി. അതിലൂടെ അവർക്ക് കൂടുതൽ ദേശീയ ബോധം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ ഇത്രയും? ഇനി നമുക്ക് നോക്കാം മേജർ ന്യൂസ് പേപ്പേഴ്സ് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ദെയർ ലീഡേഴ്സ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവർ ആരൊക്കെയാന്ന് നോക്കാം. ഹിന്ദു, സ്വദേശി മിത്രം. ആരായിരുന്നു? ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു അദ്ദേഹം മെയിനായിട്ട് ആ പത്രത്തിന് നേതൃത്വം കൊടുത്തത്. അതുപോലെ അമൃത ബസാർ പത്രിക ആരായിരുന്നു? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ഇവർ രണ്ടുപേരും ആയിരുന്നു. നമ്മൾ പഠിച്ചു അല്ലേ? പത്രത്തിലൂടെയാണ്
കൂടുതൽ ദേശീയബോധം ജനങ്ങൾക്കുളവാക്കിയെന്ന് പഠിച്ചു. അങ്ങനെ പല രീതിയിൽ പലരുടെയും നേതൃത്വത്തിൽ കുറേ ഡിഫറെൻറ്റ് പത്രങ്ങൾ അന്ന് അച്ചടിക്കുകയുണ്ടായി. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ബോംബെ സമാചാർ ആരായിരുന്നു? യെസ്, ഫർദൂർജി മസ്ബാനാണ്. അടുത്തത് കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പേപ്പറാണത്. അടുത്തത് ബംഗാളി, സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാബായ് നവറോജി. എല്ലാം കറക്റ്റായിട്ട് പഠിക്കണം. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് എക്സാമിന് ചോദിക്കാറുണ്ട് ഇതെല്ലാം. അടുത്തത് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു ആ പത്രത്തിൻ്റെ നേതാക്കൾ. ന്യൂ ഇന്ത്യ കോമൺവീല് ആരായിരുന്നു? മിസ്സിസ് ആനി ബസന്റ് ആയിരുന്നു. ആൻഡ് യങ് ഇന്ത്യ ഹരിജൻ, ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പത്രമാണ് അല്ലേ? ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ്. അടുത്തത് അൽ ഹിലാൽ ആരാന്ന് നോക്കിക്കേ? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്തതോ വന്ദേ മാതരം ആരായിരുന്നു മെയിനായിട്ടുള്ള നേതാക്കൾ? ലാല ലജ്പത് റായി ആണ്. അടുത്ത പത്രത്തിൻ്റെ പേര് നോക്കി, നേഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു മെയിൻ നേതാവ്. അപ്പോൾ ഈ പത്രം ആരുടെ ലീഡർഷിപ്പിലാണ് പത്രം ഇറങ്ങിയെന്നുള്ളതും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റായ് സ്റ്റാർട്ട് ന്യൂസ് പേപ്പർ വിത്ത് നാഷണൽ പെർസ്പെക്റ്റീവ്. ഹിസ് സംബാദ് കൗമുദി ഇൻ ബംഗാളി, മിറാത്ത് ഉൽ അക്ബർ ഇൻ പേർഷ്യൻ ഓൺ സോഷ്യൽ റിഫോർമേഷൻ, ഡെമോക്രസി ആൻഡ് നാഷണലിസം. എന്തായിരുന്നു? ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ഇങ്ങനെ. ഓക്കെ, പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംബാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൽ അക്ബർ എന്നിവ സാമൂഹ്യ പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകുകയുണ്ടായി. അതുകൂടാതെ റിയലൈസിംഗ് ദ പവർ ഓഫ് പ്രസ്, ദ ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് stringent measures to control them. The Vernacular Press Act enacted by Lord Lytton in 1878 was one of them. നോക്കിക്കേ, വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷ പത്ര നിയമം, വെർണാങ്കുലർ പ്രസ് ആക്ട്. എന്താ ഈ വെർണാങ്കുലർ പ്രസ് ആക്ട്? ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളമാണ്. മലയാളത്തിലാണ് നമ്മൾ ന്യൂസ് റീഡ് ചെയ്യുക അല്ലേ? തമിഴ്നാട്ടിലാണെങ്കിലോ തമിഴിലായിരിക്കും. ഈ പ്രാദേശിക ഭാഷയിലുള്ള പത്രമാധ്യമം നിർത്തലാക്കാനായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? എല്ലാം ഇംഗ്ലീഷിലാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഈ വാർത്തകളൊന്നും എത്തില്ല. കാരണം ജനങ്ങൾക്ക് അത്ര ഇംഗ്ലീഷ് മാധ്യമത്തോട് അത്ര അവയർനെസ് ഇല്ല അല്ലേ? അതിനെയാണ് വെർണാങ്കുലർ പ്രസ് ആക്ട്. അതായത് അത് മറന്നു പോകരുത്. 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയതാണ് വെർണാങ്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക ഭാഷ പത്ര നിയമം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ. വിദ്യാഭ്യാസം ദേശത്തിന് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് കൊടുത്തതെന്നുള്ളത്. These are the visions of various social reformers on the importance and necessity of education. എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. നോക്കിയേ, ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. എന്തായിരുന്നു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം? സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയണം. ടു മെയിൻറ്റെയിൻ യൂണിറ്റി, അതുപോലെ ഐക്യം നിലനിർത്താൻ കഴിയണം. എങ്കിലേ നമുക്കൊരു നല്ല ദേശീയ ബോധവും കൾച്ചറൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരു കാഴ്ചപ്പാട് ഈ സോഷ്യൽ റിഫോമേഴ്സ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നോക്കുക, എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ദ മെയിൻ മീൻസ് അഡോപ്റ്റഡ് ഫോർ ഇൻകൾക്കേറ്റിംഗ് ദ നാഷണലിസം. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അതിലൂടെ
മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാനായിട്ട് കഴിഞ്ഞു. ഇവിടെ നോക്കിക്കോ, ഒരു എംബ്ലം ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു മുദ്രയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ദ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ടഡ് ഇൻ 1884 in Pune by G.G. Agarkar. Bal Gangadhar Tilak and Madhav Govinda Ranade was one of such educational institutions established with nationalistic perspective. എന്തായിരുന്നു? 1884 G.G. Agarkar, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു അല്ലേ ഡെക്കാൻ എഡ്യൂക്കേഷൻ. എന്തിനു വേണ്ടി അത് സ്ഥാപിച്ചത്? ജനങ്ങളിലേക്ക് കൂടുതൽ ദേശീയ ബോധം കൊടുക്കാൻ വേണ്ടിയാണ്. അത് എന്നാ സ്ഥാപിച്ചതെന്ന് നോക്കുക, 1884 ഡേറ്റുകളെല്ലാം എഴുതി പഠിക്കണം. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാം. സ്വദേശി മൂവ്മെൻറ്റ് വിച്ച് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ ദ ഇയർ 1905 influenced to found many educational institutions for the propagation of national education. എന്താ പറഞ്ഞിരിക്കുന്നത്? 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം എന്തായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ്? ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. നോക്കുക, D.K. Kaur started the first Indian Women University in Maharashtra in 1916. He was motivated by the concept that education had pivotal role in women empowerment. എന്തിനു വേണ്ടി D.K. കാർവേ ഫസ്റ്റ് വുമൺ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്? തീർച്ചയായിട്ടും വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയാണ്. 1916 D.K. കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അപ്പോൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയാണത് അല്ലേ? സ്ത്രീകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കേണ്ടായത്. നോക്കിയേ, D.K. കാർവേയുടെ ഒരു പ്രതിമ, ഒരു പിക്ചറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വിശ്വഭാരതി, ദ യൂണിവേഴ്സിറ്റി ഫൗണ്ടഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഇൻ എവിടെയായിരുന്നു? ബംഗാളിലാണ്. ആൻഡ് ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി ടാഗോർ എയിംഡ് അറ്റ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. നോക്കി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ ലക്ഷ്യം ഇതായിരുന്നു, അതായത് ഈസ്റ്റേൺ വെസ്റ്റേൺ കൾച്ചർ ബ്രിഡ്ജ് ചെയ്യുക, ഒന്നാക്കി കൊണ്ടുവരിക, ആ സംസ്കാരങ്ങളെ ഒന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മെയിനായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. നോക്കുക, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി, എ ടീം ലീഡ് ബൈ മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ ആൻഡ് M.A. അൻസാരി ഫൗണ്ടഡ് ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇൻ അലിഘാഡ്. നോക്കിയേ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, M.A. അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ഏത്? ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഇപ്പോഴും ഉണ്ട് അല്ലേ സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റി. ക്ലിയർ ആണല്ലോ അല്ലേ ഇത്രയും? അടുത്ത് നമുക്ക് നോക്കാം കേരള കലാമണ്ഡലം ഇൻ ചെറുതുരുത്തി വില്ലേജ് ഓഫ് തൃശ്ശൂർ, ഫൗണ്ടഡ് ബൈ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. നമുക്കറിയാം അല്ലേ, കേരള കലാമണ്ഡലം വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസിനെയൊക്കെ വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കലാലയമാണത്. അത് ഫൗണ്ടർ ആരായിരുന്നു? യെസ്, മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി വില്ലേജിലാണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കലാമണ്ഡലത്തിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇനി നമുക്ക് എന്താണ് നൈതാലീം, അതായത് നൈതാലീം എന്താണെന്ന് നോക്കാം. അത് ഗാന്ധിജി പ്രപ്പോസ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി റിലേറ്റഡ് ടു സം പ്രൊഡക്റ്റീവ് ഓക്യുപ്പേഷൻ. He recommended free and compulsory education in mother tongue for children between 8 and 14 years. This perspective of education is known as Naithalim
ഓർ ന്യൂ എഡ്യൂക്കേഷൻ. നയ് തലീം അല്ലെങ്കിൽ എന്താ പറയുക, ന്യൂ എഡ്യൂക്കേഷൻ. In 1937, Warsaw Conference of International Congress appointed a committee headed by Dr. Zakir Hussain to study this system of education. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാനെന്ന് ഗാന്ധിജി നിർദ്ദേശിക്കുകയുണ്ടായി. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവന ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയത്തെയാണ് നമ്മൾ എന്ത് പറയുക, നയ് തലീം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ 1937 വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ ITI, പോളിടെക്നിക് പോലെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ. പ്രൊഡക്റ്റീവായി കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം, സാഹിത്യവും ദേശീയതയും. അപ്പോൾ ഈ സാഹിത്യത്തിലൂടെയും നമുക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ ദേശീയത വളർത്താനായിട്ട് സഹായകരമായിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. The protest against the British rule as well as social evils existed in the Indian society reflected in Indian literature. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകളും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായി പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. പല സാഹിത്യ ഭാഷയിലൂടെയും ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളും കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായകമായി. And patriotic songs in regional languages bridged the gap between upper class literates and illiterate mass. നോക്കി, മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങൾക്കും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയുണ്ടായി. നോക്കി, മോസ്റ്റ് നോട്ടബിൾ is Anandamath Mutt, based on the Sannyasi revolt of Bengali peasants. He could well illustrate the agonies of Bengali farmers and disparity between rich and poor in Bengali society. And Indian society came to know about the predicaments of Bengalis. The song Vande Mataram is taken from this novel. Okay? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം ആണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിലൂടെ എന്താ സംഭവിച്ചത്? ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്കറിയാം, ഇപ്പോൾ വന്ദേ ഭാരത് പുതിയ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ മോദി പ്രധാനമന്ത്രി. ഓക്കെ, അപ്പോൾ നോക്കുക. ഇന്ത്യൻ അസോസിയേഷൻ, എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫ്ലോട്ടഡ് ബൈ സുരേന്ദ്രനാഥ് ബാനർജി, campaign for the welfare of Bengali farmers, taking cue from the issues depicted in നീലദർപ്പൺ. നോക്കി, ബംഗാളി നാടകൃത്തായ ദിനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. ഇപ്പം നീലദർപ്പൺ എന്താ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചാണ്. നീലം കർഷകരെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോക്കുക, ഉറുദു പോയിറ്റ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, ഹു പെൻഡ് ദ ഫേമസ് പാട്രിയോട്ടിക് സോങ് സാരേ ജഹാൻ സെ അച്ച, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്രിയോട്ടിക് സോങ് ആണ്. ഹിന്ദുസ്ഥാൻ സാരേ ജഹാൻ സെ അച്ച, ഹിന്ദുസ്ഥാൻ ഹമാര, പ്രൈസ്ഡ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യാസ് നേച്ചർ ആൻഡ് യൂണിറ്റി ഓഫ് ഇറ്റ്സ് പീപ്പിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? സാരേ ജഹാൻ സെ അച്ച, ഹിന്ദുസ്ഥാൻ ഹമാര എന്നീ ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. പഠിക്കണം, കവിയുടെ പേര് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയിലെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും ജനങ്ങളുടെ ഐക്യത്തെക്കുറിച്ചുമാണ് അദ്ദേഹം തൻ്റെ കൃതികളിൽ കൂടുതലായിട്ട് പാടിപ്പുകഴ്ത്തിയിരുന്നത്. ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾക്ക് കാരണമായി. ഇപ്പോൾ സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പാട്രിയോട്ടിക് ഫീലിംഗ് ഉണ്ട് അല്ലേ? ഇതൊക്കെ രചിച്ചത് ആരാണ്? കവിയുടെ പേര് മറന്നു പോവരുത്, അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം അക്കാലത്തുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാർ, അവരുടെ കൃതികൾ ഏതൊക്കെയായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു എന്നൊക്കെ നോക്കാം. ഓക്കെ, നോക്കി. ഘോര ഗീതാഞ്ജലി, ഈ കൃതികൾ രചിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അടുത്ത് നോക്കി. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, ഇവ രചിച്ചത് പ്രേംചന്ദ് ആണ്. ഏത് ഭാഷയിലാണ്? ഹിന്ദിയിലാണ് അല്ലേ? അടുത്തതോ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, ഇവയൊക്കെ രചിച്ചത് ആരായിരുന്നു? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഏത് ഭാഷയിലാണ്? തമിഴിലാണ്. ഇതെല്ലാം ഉണ്ടല്ലോ ഈ SLCക്ക് എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിക്കാറ്. കാരണം കുറേ പത്രങ്ങളുടെ പേര്, അത് ആരാണ് രചിച്ചത്, എഴുതിയത്, അതുപോലെ തന്നെ കുറേ കൃതികൾ, എഴുത്തുകാരൊക്കെ ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. എല്ലാം നല്ല തറവായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നോക്കിയേ. ഹയാത്തി സൗദി ആൻഡ് ഹയാത്തി ജവീദ് ആരാണ് രചിച്ചത്? അൽഫാത്ത് ഹുസൈൻ ഹാലിയാണ്. ഏത് ഭാഷയിലാണ്? ഉറുദുവിലാണ്. അടുത്തതോ നിബന്ധമാല, ആരായിരുന്നു നോക്കിയേ? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. ഇനി നോക്കുക. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, ഈ കൃതികളെല്ലാം രചിച്ചത് ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോനാണ്. ഏതിലാ? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? മലയാളത്തിലായിരുന്നു. ഇത്രയും കറക്റ്റ് ആയാലോ? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ. ഭാരത് മാതയുടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വാട്ടർ കളർ പെയിൻറ്റിംഗ് ബൈ അഭിനന്ദ്രനാഥ് ടാഗോർ. ഇറ്റ് ഡെപ്പിസിറ്റ് ഭാരത് മാത ഗിവിംഗ് ഫുഡ്, ക്ലോത്ത്, നോളജ് ടു ഇന്ത്യൻ മാസസ്. എന്താ പറഞ്ഞത്? ബംഗാളി ചിത്രകാരനായ അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്തിൽ വരച്ച ഒരു ജലഛായ ചിത്രമാണിത്. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിൻ്റെ ചിത്രമാണ് ഇതിൽ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാരതം എന്നൊരു കോൺസെപ്റ്റ്, ഭാരതമാതാവ്, ഭാരതം എൻ്റെ അമ്മയാണ്, എൻ്റെ രാജ്യം എൻ്റെ അമ്മയാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇവിടെ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു തീം. മെയിനായിട്ട് അതാണ്. നോക്കിയേ. അഭിനീന്ദ്രനാഥ് ടാഗോർ tried to free Indian painting from Western style and to promote Oriental painting based on Indian culture and tradition. For this, he started Indian Society of Oriental Arts in Calcutta. എന്താ നോക്കിയേ. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം എന്താ ചെയ്തത്? കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിക്കുകയുണ്ടായി. ഇതിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക്, എല്ലാം തന്നെ ജനങ്ങളിലേക്ക് പല രീതിയിൽ ദേശീയബോധം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ കൂടുതൽ ദേശീയബോധം കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇതിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒക്കെയാണല്ലോ അല്ലേ? നോക്കുക. അമൃത ഷെർഗിൽ പെയിൻറ്റിംഗ് മോട്ടിവേറ്റഡ് പീപ്പിൾ ടു തിങ്ക് അബൌട്ട് എ യൂണിഫൈഡ് ഇന്ത്യ. എന്താ? ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരയ്ക്കുകയുണ്ടായി. നാഷണൽ ആന്തം റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. അത് ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ. നാഷണൽ ആന്തം റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. The tricolor flag was first designed during the time of സ്വദേശി മൂവ്മെൻറ്റ്. നോക്കിയേ. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകരമായി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ദേശീയഗാനം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ദേശസ്നേഹം ഉള്ളിൽ ഉണ്ടാവും അല്ലേ? അതുപോലെ ഏഷ്യൻ ഗെയിംസിലൊക്കെ ഈ അത്ലറ്റിക്സൊക്കെ നിന്ന് ദേശീയഗാനം പാടുമ്പോൾ കഴിഞ്ഞ ദിവസം
നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. എന്താ കരയുകയാണ് ചെയ്യുന്നത് അവർ. അത്ര ഒരു ദേശസ്നേഹം ഉൾക്കൊണ്ടാണ് ഇവരൊക്കെ കളിക്കളത്തിലേക്ക് കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ്ണ പതാക സഹായകരമായത്. The earlier version of the flag contained 8 lotus representing the 8 provinces in British India and crescent representing Hindu-Muslim fraternity. നോക്കി, സ്വദേശി സമരകാലത്ത് ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകി ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർത്ഥചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക. ഗാന്ധിജി ഡിസൈൻഡ് ദ നാഷണൽ ഫ്ലാഗ് വിത്ത് ചർക്ക, എ ഡൊമസ്റ്റിക് കോട്ടൺ സ്പിന്നിംഗ് വീൽ യൂസ്ഡ് ഇൻ ഇന്ത്യൻ വില്ലേജസ്. ചർക്ക റിസംബിൾഡ് ദ സെൽഫ് ഡിപ്പെൻഡൻസ് ഓഫ് ഇന്ത്യൻസ് ആൻഡ് ദെയർ ഡിഫെൻസ് ടു കോളനിയൽ റൂൾ. എന്താ അതിൽ പ്രധാനമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ഈ ചർക്ക. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് നോക്കാം. The present tricolor flag of India was officially adopted in the year 1947. You have studied about the national emblem adopted from the lion capital of Ashoka at Sarnath. Okay, patriotic song, symbols and pictures were used throughout our freedom struggle. നോക്കിയേ, 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെടുകയുണ്ടായി. ഇത് ഇന്ത്യൻ ജനതയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ഉണ്ടായി. നോക്കുക, ദേശീയ പതാക, ദേശീയ മുദ്രയുടെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദോ ഇന്ത്യൻ നാഷണലിസം എമേർജ്ഡ് ഇൻ 19th century, Indian had concept of nation even before the beginning of national movement. നോക്കിയേ, ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് 19ാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. The passion of Indian society for freedom, equality, sovereignty were reflected in the art, literature, education, journalism and social reform, and it motivated Indian nationalism. എന്തൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിക്കുകയുണ്ടായി. ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഈ ലെസണിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഓക്കെ, കൾച്ചർ ആൻഡ് നാഷണലിസം എങ്ങനെയൊക്കെയാണ് കൂടുതൽ ദേശീയ ബോധം ജനങ്ങളിലേക്ക് ഉൾക്കൊണ്ടതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് എന്തൊക്കെയായിരുന്നു? സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ വഴി, എഡ്യൂക്കേഷൻ വഴി, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലാണ് കൂടുതൽ ദേശീയ ബോധം ജനങ്ങളിൽ ഉളവാക്കിയത്. എന്തായിരുന്നു സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഓപ്പോസിറ്റ് ദ സോഷ്യൽ ഇവൽസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്, അഡ്വക്കേറ്റഡ് ഫോർ മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി പഠിച്ചു. ന്യൂസ് പേപ്പർ പ്രൊപ്പഗേറ്റഡ് ദ നേച്ചർ ഓഫ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ഇന്ത്യ ആണ് അതിൽ മെയിനായിട്ട് പഠിച്ചത്. എഡ്യൂക്കേഷനിലോ ഫോംഡ് ഇൻഡിജീനിയസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ടു കോമ്പാക്ട് ദ ഫോറിൻ റൂൾ. ദെൻ ലിറ്ററേച്ചർ എന്താ മെയിനായിട്ട് നമ്മൾ പഠിച്ചത്? കോൺട്രിബ്യൂട്ടഡ് വർക്ക്സ് ഡെബിസിറ്റിംഗ് predicaments of the people of India in various fields. അതുപോലെ ആർട്ട് വിഷ്വലൈസ്ഡ് ദ ഫ്ലൈറ്റ് ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ, ഡ്രൂ പെയിൻറ്റിങ്, ബീയിങ് ഇന്ത്യ ആസ് വൺ നേഷൻ. എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെ എതിർത്തു അല്ലേ?
ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിനായി നിലകൊണ്ടു. ഇതായിരുന്നു മെയിനായിട്ട് നമ്മൾ പഠിച്ചത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ. പത്രങ്ങളിലോ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ചൂഷണ സ്വഭാവം ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കാൻ പത്രങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. വിദ്യാഭ്യാസത്തിലൂടെയോ വിദേശ ഭരണത്തെ നേരിടാനായി തദ്ദേശീയമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപം നൽകുകയുണ്ടായി. സാഹിത്യം എന്താ മെയിനായിട്ട് നമ്മൾ പഠിച്ചത്? വിവിധ രംഗങ്ങളിൽ ഇന്ത്യക്കാർ അനുഭവിച്ച ദുരിതങ്ങൾ പ്രമേയമാക്കി ദേശസ്നേഹം തുളുമ്പുന്ന കൃതികൾ രചിച്ചു. അതുപോലെ കല, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവസ്ഥ ചിത്രീകരിക്കുകയും ഇന്ത്യയാകെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ചിത്രങ്ങൾ വരച്ച് കൂടുതൽ ദേശീയബോധം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് വീണ്ടും കാണുക. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്ന് എടുത്തിരിക്കുന്ന പോർഷൻസ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. ഈ എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിംപ്ലിഫൈഡ് ഫോമിൽ ആർക്കും ഈസിയായി മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ലാസ്റ്റ് 5 ഇയേഴ്സിലെ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ ടീച്ചർ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ.